എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മുത്തശ്ശിക്ക് ആകെ സങ്കടമാണ്. മുത്തശ്ശി നയനയുടെ കാര്യം ഓർത്ത് കരയുന്നു. അതുപോലെ മുത്തശ്ശനോട് പറയുന്നുണ്ട്, നയന ഗർഭിണിയാണ്, അവൾക്ക് ജയിലിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നത്. ദേവയാനി ഇതേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരയുന്നു. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, നിൻ്റെ മകൻ്റെ ഭാര്യയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത്, എന്നിട്ടും ഇതിന് പിന്നിൽ കളിക്കുന്നത് ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ അവന് സാധിക്കുന്നില്ല എങ്കിൽ അത് അവൻ്റെ കഴിവുകേടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ലാസ്റ്റ് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിട്ട് ദേവേനെ അവിടുന്ന് പോരുന്നു. അന്നേരവും മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന കല്ലുപോലെ, നിങ്ങൾക്ക് എങ്ങനെ ഇത് സഹിക്കാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ പേടിക്കേണ്ട, നവീനാണ് കേസ് വാദിക്കുന്നത്, ഒന്നും ഉണ്ടാകില്ല, ജാമ്യം കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഈ സസ്പെൻസ് പൊളിക്കുമെന്ന് മുത്തശ്ശൻ പറയുന്നു. ഏതായാലും ദേവയാനി ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ ജയൻ പത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പത്രത്തിൽ വാർത്തയുണ്ട് കേട്ടോ, കള്ളക്കടത്ത് സ്വർണ്ണമായിട്ട് മൂർത്തി ജ്വല്ലറിയിലെ മരുമകൾ പിടിയിൽ എന്ന് പറഞ്ഞ് ഏതാണ്ട് കുറേ വാർത്തകളൊക്കെ ഉണ്ട്. കുറേ മസാല കലർത്തിയ വാർത്തകൾ അവർ എഴുതി പിടിപ്പിച്ചിട്ടുമുണ്ട്. അതൊക്കെ വായിച്ചിട്ട് ആകെ വിഷമത്തിൽ നിൽക്കുവാണ് ദേവയാനി. അന്നേരം മുത്തശ്ശി അങ്ങോട്ട് വരും. അന്നേരം ഇത് കണ്ടു വച്ചാൽ പത്രത്തിൽ വരെ അവർ എന്തൊക്കെയാണ് വാർത്ത കൊടുത്തേക്കുന്നത് നോക്ക് എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ആ വാർത്ത കൊടുത്തത് ഈ കേസ് കൈകാര്യം ചെയ്യുന്നവർ തന്നെയാണ്, അവർ ആരുടെ ബിനാമിയാണ് എന്ന് മനസ്സിലായതല്ലേ, ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് നിൻ്റെ മോന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവനെ പിന്നെ എങ്ങനെയാണ് ഞാൻ ഒരു കമ്പനി ഏൽപ്പിക്കുന്നത്? അവൻ അതിനുള്ള കഴിവില്ലാന്ന് ഞാൻ പറയാനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അവനെ ഞാൻ ഇനി വിശ്വസിക്കില്ല, അവൻ്റെ കഴിവുകേടാണ് ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, ആദർശിൻ്റെ കാര്യം പോകട്ടെ, നയനമോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതെന്താ അച്ഛൻ മറന്നു പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ മകനിൽ വിശ്വാസമില്ലെങ്കിലും നവീനിൽ വിശ്വാസമുണ്ട്, അവൻ മിടുക്കനാ, അവൻ ഈ കേസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തോളും എന്ന് പറഞ്ഞിട്ടാണ് മുത്തശ്ശൻ അങ്ങോട്ട് പോകുന്നത്. ആകെ വിഷമത്തിൽ നിൽക്കുവാണ് ദേവയാനിയും ജയനും ഒക്കെ. അതുപോലെ പിന്നീട് ഡേവിഡിനെ കാണിക്കുന്നുണ്ട്. ഡേവിഡ് പ്രോസിക്യൂഷൻ വക്കീലിനെ പോയി കാണുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയെങ്കിലും നയനയ്ക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നും നയനെ ഇന്ന് റിമാൻഡ് ചെയ്യുന്ന രീതിയിൽ വേണം കേസ് വാദിച്ച് വിജയിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇഷ്ടം പോലെ പൈസ അയാൾക്ക് കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഡേവിഡ് പറയുവാണ്, എൻ്റെ ലക്ഷ്യം മൂർത്തി ജ്വല്ലറിയും അതുപോലെ അനന്തപുരിയും തകർക്കുക എന്നതാണ്. അനന്തമൂർത്തി കരയണം, അയാളുടെ കണ്ണിലൂടെ കണ്ണീര് വരണം. ഈ നയന എന്ന് പറയുന്ന പെൺകുട്ടിയെ ആ വീട്ടിലുള്ളവരൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ, അവൾ പ്രഗ്നൻ്റ് ആണ് താനും. ഈ അവസ്ഥയിൽ അവൾ ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ള എല്ലാവരും കരയും, ആ കരച്ചിലാണ് എനിക്ക് കാണേണ്ടത് എന്നൊക്കെ പറയുമ്പം വക്കീൽ ചോദിക്കുന്നുണ്ട്, ഇത്രയും വൈരാഗ്യം അവരോട് വരാൻ എന്താ കാര്യമെന്ന്. നേരം ഡേവിഡ് ചോദിക്കും, താൻ പറയുന്ന പൈസ പറയുന്ന സമയത്ത് കയ്യിലോട്ട് തരുന്നില്ലേ, അപ്പം അത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി, എൻ്റെ വൈരാഗ്യത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും കാര്യം ഒന്നും അന്വേഷിക്കേണ്ട, ഇങ്ങോട്ട് മറുചോദ്യവും വേണ്ട, ഞാൻ പറഞ്ഞ കാര്യം അതുപോലെ ചെയ്യണമെന്ന് പറയും. ചെയ്തേക്കാം, ഇന്ന് ഉറപ്പായിട്ടും കേസ് വിജയിക്കും എന്നങ്ങനെ പറയുന്നു. പിന്നെ അനന്തമൂർത്തിയുടെ കേസ് ആയതുകൊണ്ട് വാദിക്കുന്നത് ആ പയ്യനായിരിക്കും, നവീൻ, അവൻ വലിയ വക്കീലാണ് എന്നൊരു ഭാവമുണ്ട്, അത് ഇന്ന് ഞാൻ തീർത്തു കൊടുക്കുമെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വക്കീൽ കയറി പോരുന്നു. ഈ സമയം നയനയും കൊണ്ട് പോലീസ് കോടതിയിലേക്ക് എത്തുന്നുണ്ട്. പുറകെ ആദർശ് ഓടി വരും. ആദർശ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് ഓടി നയനയുടെ അടുത്ത് വരും. നയനെ എന്ന് വിളിച്ചിട്ട് ഓടി വരുമ്പം, ഇത് നിങ്ങളുടെ കുടുംബവിശേഷം പറയാനുള്ള സ്ഥലമല്ല, കോടതിയാണ് എന്ന് പറയും. നേരം നവീൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം നവീൻ പറയും, സാറേ, പോലീസ് സ്റ്റേഷൻ്റെ പരിധിയൊക്കെ കഴിഞ്ഞു, ഇത് കോടതിയാണ് എന്ന്. അന്നേരം ഇവിടെ വെച്ച് വലിയ ഷോ ഇറക്കരുതെന്ന് നവീൻ പറയുവേ. അന്നേരം CA പറയുന്നുണ്ട്, ഞാൻ ഷോ ഇറക്കിയതൊന്നുമല്ല, കാര്യമാണ് പറഞ്ഞത്, കോടതിയിലേക്ക് കൊണ്ടുവരുന്ന പ്രതി തിരിഞ്ഞു നിന്ന് കുടുംബക്കാരോട് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. എന്നിട്ട് നയനയും കൊണ്ടങ്ങ് കയറി പോവുക. അത് കഴിയുമ്പം ആദർശിൻ്റെ ടെൻഷൻ കണ്ടിട്ട് നവീൻ അടുത്ത് വന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേട്ടൻ ടെൻഷൻ ആകണ്ട, നമുക്ക് നയനെ രക്ഷിച്ചെടുക്കാം, ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, കുറേ കുരുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് പോലീസുകാരെ, എങ്കിലും അത് അഴിക്കാൻ നമുക്ക് ശ്രമിക്കാം എന്ന് പറയുന്നു. എന്നിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുമ്പോഴാണ് നമ്മുടെ ഈ പ്രോസിക്യൂഷൻ വക്കീൽ അങ്ങേര് വന്ന് നവീനെ കാണുന്നത്. എന്നിട്ട് നവീനോട് ചോദിക്കും, ഇത്തിരി കഴിവുള്ള വക്കീലാണ് എന്നൊക്കെ എനിക്കറിയാം, എന്ന് കരുതി എല്ലാ കേസും ഇങ്ങനെ ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോ? ഒരു തവണ തോറ്റിട്ടുണ്ടെങ്കിൽ തോറ്റ വക്കീൽ എന്നുള്ള ആ പേര് വീഴും, അതുകൊണ്ട് ഈ മാതിരി കേസൊന്നും പിടിക്കാതിരിക്കുന്നതാണ് നല്ലത്, ഇന്ന് ഏതായാലും തോൽവി അറിയാൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ, ആയിക്കോട്ടെ, അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് നവീൻ പറയുന്നു. അങ്ങേരങ്ങ് പോയി കഴിയുമ്പം പിന്നെയും ഭയങ്കര ടെൻഷനാണ് ആദർശിനെ. അന്നേരം നവീൻ പറയും, ആദർശൻ ടെൻഷൻ ആകണ്ട, ഏതായാലും നയന പ്രഗ്നൻ്റ്
ആണല്ലോ, അതിൻ്റെ ഒരു പരിഗണന കോടതി കൊടുക്കും. ജാമ്യം നമുക്ക് നേടിയെടുക്കാമെന്നേ, പേടിക്കണ്ട എന്ന് പറഞ്ഞ് നേരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. പിന്നെ കോടതി ജഡ്ജി വന്ന് ഇരുന്നു വാദമൊക്കെ തുടങ്ങുവാണ്. അങ്ങനെ നയന കൂട്ടിക്കയറി നിൽക്കുന്നു. നയനോട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് എതിർഭാഗം വക്കീൽ വന്നു. അങ്ങേര് നയനോട് ചോദിക്കുന്നുണ്ട്, എത്ര കാലമായി ഈ ജ്വല്ലറി ബിസിനസ്സിൽ പങ്കാളിയായിട്ട്, എത്ര കാലമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണെന്ന് പറയും. തൻ്റെ വിവാഹം കഴിഞ്ഞ ഡേറ്റ് ഇനി ഞങ്ങൾ ഊഹിച്ചെടുക്കണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങേര് അങ്ങോട്ട് ഇത്തിരി മോശമായ രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ നയന 2 വർഷമായി എന്ന് പറയും. അന്നേരം 2 വർഷമായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കാലം തന്നെ ജ്വല്ലറിയിൽ ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, 6-7 മാസം കഴിഞ്ഞാണ് എന്ന് പറയും. പിന്നെ നയനയുടെ പഴയ കാലം മൊത്തം അങ്ങേര് എടുത്തിടുവാണ്. കല്യാണം കഴിച്ചത് കള്ളത്തരത്തിലൂടെയാണല്ലോ, അതുപോലെ ആദർശും നയനയും തമ്മിലുള്ള അടുപ്പക്കുറവും അന്നുണ്ടായിരുന്ന ആ വഴക്കും അതുപോലെ ദേവേനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ മൊത്തം അവിടെ വിവരിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഈ പറഞ്ഞ എല്ലാവരെയും മയക്കിയെടുത്ത് ആ കുടുംബത്തിൽ പിടിച്ചു നിൽക്കാനാണ് ഈ പെൺകുട്ടി പലതും ചെയ്തു കൂട്ടിയത് എന്നൊക്കെ പറഞ്ഞ് നയനെ അങ്ങ് നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുവാണ് ആദർശ്. അതുപോലെ നയനയ്ക്കും സങ്കടമൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പം അത് അവരുടെ വിവാഹ ജീവിതത്തെ പറ്റിയുള്ള കാര്യമാണ്, അതിവിടെ പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നവീൻ എതിർക്കാൻ ചെല്ലുമ്പോഴും പ്രതിയുടെ സ്വഭാവത്തിലെ ആ ഒരു വൈകൃതമാണ് ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ വാദിക്കുന്നുണ്ട്. ഏതായാലും ഇതൊക്കെയായിരുന്നു കഥ.